ഹായ്, നമുക്കൊരു നിലപാട് സിംഗത്തിനെ പരിചയപ്പെട്ടാലോ? നിലപാടുകളുടെ രാജ്ഞി പുറത്തിറങ്ങിയിട്ട് വാഴ തോരനെന്നാ പറയുന്നത്. അതിനകത്ത് നിന്നപ്പോഴത്തേക്ക് ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. അനുമോൾക്ക് 16 ലക്ഷം രൂപയുടെ PR കൊടുത്തതായിട്ട് അനുമോള് പറഞ്ഞു അത്രേ. ഇനിയിപ്പോൾ അനുമോള് ജയിച്ചാലും PR സപ്പോർട്ടോട് കൂടി ജയിച്ചു എന്ന് പറയണം. അതിനാണ്, അല്ലാതെ ഒന്നുമല്ല. താൻ എന്തായാലും ജയിക്കത്തില്ല, തനിക്ക് എന്തായാലും 5 പോലും എത്താൻ ഒക്കത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി സ്വന്തം നിലനിൽപ്പ് പോലും നഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്ന വാഴ പറയുന്നതാണ്. കേൾക്കാം. ഈ പിന്നീട് എവിക്ഷൻ അനുമോളുടെ PR-നെ വ്യക്തമായിട്ട് കാണിക്കുന്ന രീതിയിലാണല്ലോ. അതായത് അനുമോളുടെ PR-നെ പറ്റി ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്ത് അനുമോളുടെ പുറത്ത് അനുമോൾ നടത്തുന്ന ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടായ പോലെ തോന്നുന്നു. എനിക്കങ്ങനെ അറിയില്ല. അത് അത്രയും വലിയ PR ആണോ പുറത്ത്, ഇനി അതിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ടോ, അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത്, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഈ അനുമോളുടെ PR വർക്ക് ഉണ്ടെന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തത് ബിന്നിയായിരുന്നു, ബിഗ് ബോസിന്റെ അകത്ത് തന്നെ. ഞാൻ മാത്രമല്ല, എനിക്ക് അത് തെറ്റിദ്ധാരണയാ തോന്നുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ചോടാ, ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞതുപോലെ സത്യം അതാണ് എന്നുള്ളത് വസ്തുത. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതായാലും ചെറുക്ക കൊണ്ടുപോയി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പെണ്ണിന് ബോധം വന്നിട്ടില്ല. അനുമോൾക്ക് നല്ല ഫാൻസ് ഉണ്ട് പുറത്ത്. അത്രത്തോളം നന്നായി തന്നെയാണ് അവളോട് പെരുമാറുന്നത്. പിന്നെ അവളൊരു പെർഫോമർ ആണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഞാൻ എന്തായാലും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു ബിന്നിയെ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. നല്ല പെർഫോമറാണ്, പെർഫോമൻസിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഏതോ ഒരു കുത്തിത്തിരിപ്പൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് പറഞ്ഞാലല്ലേ ഈ കുത്തിത്തിരിപ്പിൻ്റെ വായിന്നും വല്ല കുത്തിത്തിരിപ്പും വീഴുകയുള്ളൂ. അപ്പം അതൊന്നും വീഴുന്നില്ല. പകരം PR ആണ് അവളെ പുറത്താക്കിയത് എന്നുള്ളത് അവൾ വിശ്വസിക്കുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? PR ഇല്ല എന്നല്ലേ? അഥവാ PR ഉണ്ടെങ്കിൽ PR പുറത്തിറക്കി എന്ന് പറഞ്ഞൂടെ? സത്യത്തിൽ ഈ പെണ്ണിന് തന്നെ അറിയത്തില്ല ഈ പെണ്ണ് എന്താ പറയണതെന്ന്. അതാണ് വാസ്തവം. ഏതായാലും അനുമോളുടെ PR എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് പറയപ്പെടുന്ന, അല്ലെങ്കിൽ താൻ PR ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളി പറയണതൊന്ന് കേൾക്കാം. ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ള ആളായിരുന്നു. ആളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആൾ ബിഗ് ബോസിൽ പോയത്. കാരണം ഒരു കൊല്ലമായിട്ട് സ്റ്റാർ മാജിക് ഇല്ല, ആൾക്ക് അങ്ങനെ വലിയ വലിയ പരിപാടികളില്ല. ആൾ വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ഒരാളാണ്, അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള പ്രൊജക്ട്സ് ആൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ ഏകദേശം 30-35 ലക്ഷം രൂപ കടങ്ങളും ലോണും ഉള്ള ഒരാളാണ്. അതിനുവേണ്ടി മാത്രമാണ് 100 ദിവസം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ആൾ പോകുന്നത്. അതിൽ നിന്ന് 16 ലക്ഷം എനിക്ക് തരേണ്ട ആവശ്യമില്ല, തന്നാലും ഞാൻ വാങ്ങത്തുമില്ല. കാരണം എനിക്ക് അനുമോളെ പേഴ്സണലി അറിയാം. അനുമോൾ അങ്ങനത്തെ ഒരാളല്ല. അനുമോൾക്ക് കാശ് കൊടുത്ത് ജയിക്കേണ്ട ആവശ്യമില്ല. അത് പുള്ളിക്കാരി അവിടെ പറയുന്നുണ്ട്, എനിക്ക് PR കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന്, എനിക്ക് ആ ജയം വേണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിലും വലിയ റിപ്ലൈ വേറെ ഇല്ലാന്ന് തോന്നുന്നു. എക്സാക്ട്ലി, പുള്ളി പറഞ്ഞതാണ് കറക്റ്റ്. അത്രത്തോളം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ടല്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളുടെ PR ആണെന്ന് നിരന്തരം കേൾക്കുന്നുണ്ട്. ഇഷ്ടം PR ആണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതെ, ആ PR ഞാനുമാണ് എന്ന് തന്നെ ഞാൻ പറയും. 10 പൈസ വാങ്ങിയിട്ടല്ല, പൈസയുടെ പുറത്തല്ല, അതൊരു ഇഷ്ടമാണ്. അവളോടുള്ള സപ്പോർട്ട് അതാണ്. എനിക്കിഷ്ടമാണ് ആ കുട്ടി. അതിനകത്ത് തുറന്നു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കുഞ്ഞാണ്, കാണാനൊക്കെ എന്ത് ചന്ത. ഇന്നലത്തെ തന്നെ നിങ്ങൾ കണ്ടു നോക്കി, എന്ത് ഭംഗി അതിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ അവൾക്ക് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാം. സ്വഭാവത്തിലുമുണ്ട് ആ ചന്തം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൾക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. കുറേ ഇന്നസെൻ്റ് ആണ്, കുറേ കയ്യിൽ കുത്തിത്തിരിപ്പും ഉണ്ട്. കുത്തിത്തിരിപ്പിൻ്റെ മീൻസ് എന്താ പറയുക, കുസൃതി കൂടുതല. അതുകൊണ്ടാണ് ഈ മൈക്ക് താഴെ ഇടുക, ബിഗ് ബോസിനെ പറ്റിക്കുക, ഇത്തരത്തിലുള്ള ചെറിയ കുൽസിതമൊക്കെ അവൾ കടന്ന് കാണിക്കുന്നത്. അത് അവൾക്ക് ദോഷമേ വരത്തുള്ളൂ. അത് കൂട്ടായ്മയുടെ ഇതാണ്. ഏറ്റവും കൂടുതൽ ആദില് അവളെ ഇട്ട് ഷൗട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സൗഹൃദത്തിൻ്റെ പേര് തലകുനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി കാണുന്നുണ്ട്. അത് മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അതർവൈസ് അനുമോൾ സൂപ്പറാണ്. അനുമോളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പം അനുമോൾക്ക് PR ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ പയ്യൻ പറഞ്ഞതിനകത്തുണ്ട്. അത്തരത്തിലൊരു സപ്പോർട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എവരും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. അവരവരുടെ വീടുകളിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള സൗഹൃദങ്ങളായിരിക്കാം. എങ്ങനെയായാലും PR ഉണ്ട് തന്നെയാണ് എല്ലാവർക്കും. അതൊരു കുറ്റമായിട്ട് കണ്ടെത്തി അതിനെ പറഞ്ഞ് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ മാഡത്തിന് പുറത്തേക്ക് വരേണ്ടി വന്നത് എന്നുള്ളത് വസ്തുത. അത് മനസ്സിലാക്കാതെ വീണ്ടും അനുമോൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയാണെങ്കിൽ അത് ദോഷമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനിയെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് കേൾക്കാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ കുറേ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കലായി, ഉദ്ഘാടനങ്ങളായി, ബഹളങ്ങളായി. ഇത്രയും ദിവസം നിൽക്കാൻ തന്നെ സാധിച്ചത് വലിയ കാര്യം. അത് മിറക്കിളാണ്.
കാരണം ഇവരെക്കാൾ അർഹതയുള്ളവരുണ്ടായിരുന്നു, അവർ മുൻപേ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. PR കൊണ്ട് നിലനിന്നത് ബിന്നി മാത്രമാണ്. ബിന്നിയുടെ PRകളാണ് ബിന്നി അവിടെ നിർത്തിയെന്ന് ഞാൻ പറയും. എനിക്ക് അങ്ങനെ മനസ്സിലായി. അല്ലാതെ ഒരു അർഹതയില്ലാത്ത ആദ്യം മുതലേ തന്നെ കുത്തിത്തിരിപ്പുകൾ മാത്രം നടത്തിക്കൊണ്ട് അതിനകത്ത് കയറി കൂടിയ ഒരു സ്ത്രീയാണ് ബിന്നി. യാതൊരു ക്വാളിറ്റിയും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഡോക്ടറാണ് എന്നുള്ള നിലയിൽ ആ ഒരു എഡ്യൂക്കേഷനിലെങ്കിലും ഒരു ക്വാളിറ്റി അവിടെ കാണിക്കണമായിരുന്നു. അതുപോലും ഇല്ലാതെ അത്രത്തോളം അഴുക്ക, അതായത് വളരെ മോശപ്പെട്ട രീതിയിലുള്ളൊരു ക്യാരക്ടറായിരുന്നു ബിന്നിയുടെ എന്നുള്ളത് വ്യക്തമാണ്. അനുമോളുടെ PR ആണ് നിങ്ങൾ എന്ന് എന്നെ പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഇന്നലെ നടന്ന ഒരു സംഭവത്തിനെ പറ്റി ഒന്ന് റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. തമ്മിൽ വഴക്ക് വരുമ്പോൾ വല്ലതുമൊക്കെ വായിൽ നിന്ന് വീഴുന്നേ, അതൊക്കെ പിടിച്ചു വെച്ചിട്ട് ഓരോന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഇപ്പോൾ എന്താ പറയുക, എനിക്ക് നിൻ്റെ മുഖം കാണുന്ന പോലും ദേഷ്യം അറപ്പുമാണെന്ന് പറയുന്നത് ഈ കക്കയും മോട്ടിക്കുകയും ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഭക്ഷണം കട്ട് തിന്നുന്ന നല്ല സ്വഭാവമാണോ? നെവിൻ കാണിച്ചത് നല്ലതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കതൊട്ടും ഇഷ്ടമില്ല. എല്ലാവർക്കും വേണ്ടിയാണ് അവിടെ ഫുഡ് വരുന്നത്. അതിൽ ഒരാൾ മാത്രം സ്കോർ ചെയ്യണം എന്താണ്? ബാക്കി എല്ലാവരെയും നോക്കൂ, തൊലിഞ്ഞ് മെലിഞ്ഞിരിക്കുകയാണ്. ഇവൻ തിന്ന് ഊതി കയറിയിരിക്കുകയാണ്. എന്ത് കുസൃതിയാണെന്ന് പറഞ്ഞാലും നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഒറ്റയ്ക്ക് തട്ടി വിഴുങ്ങിയിട്ട് അത് വലിയ കേമത്തരമാണെന്ന് പറയുന്നവനെ കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നിയിൽ ഒരു തെറ്റുമില്ല. അനുമോൾ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അത് നീ ഇവിടെ പറയാൻ പാടില്ല എന്ന് പറയുന്ന അക്ബർ ആരാണ്? എടി ബോഡിന്ന് അക്ബറിന് വിളിക്കാം. ഷാനാസാണ് വിളിച്ചെങ്കിൽ ഇവിടെ അയ്യോ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ മോഹൻലാലെണ്ണം വന്നിട്ട് പറയും, അക്ബറേ മോനെ അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെയെല്ലാം പറയാനെ കൊണ്ട് പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇടയ്ക്കാണ് ഷാനാസുക്ക എഴുന്നേറ്റിട്ട് അല്ല അവൻ അങ്ങനെ എടി പൊടിയെന്ന് വിളിക്കാം. നീ ഉണ്ടായിടാ, നീ ഒരുത്തനാണ് ഈ കുഴപ്പത്തിന് അത്രയും കാരണം, നീയാണ് ഈ ബിഗ് ബോസ് മുഴുക്ക കുളമാക്കുന്ന, മിണ്ടി പോകരുതെന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത് പെരുമാറും. അക്ബറിന് എന്തും ആവാമല്ലോ, അതങ്ങനെയാണല്ലോ. എന്തായാലും നാട്ടുകാരാനൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ അക്ബറിൻ്റെ ആ കഴപ്പങ്ങ് മാറ്റി കൊടുക്കാൻ പറ്റും, പിടിച്ച് പുറത്താക്കാൻ പറ്റും. അത് വലിയ ഒരു ചരിത്രവുമായിരിക്കും. അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ജയിക്കും. ബിഗ് ബോസിൻ്റെ ഈ ഒരു എന്താ പറയണേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കളിയുണ്ടല്ലോ, അതിനൊരു തിരിച്ചടിയായിട്ട് കിട്ടും. ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഷോയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അക്ബർ പുറത്താകണം എന്നുള്ളതാണ്. അക്ബറിന് ഒരു വാല്യൂവും ഇല്ല, ഒരു രീതിയിലും ഒരു കളിയിലും ഇല്ല. അവൻ വെറും ഒരു കുളം കലക്കി മീൻ പിടിക്കുന്ന വൈകൃത മനസ്സിൻ്റെ സ്ത്രീവിരുദ്ധനായ ഒരു വൃത്തികെട്ടവനാണ് അക്ബർ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. എനിക്ക് നിലപാട് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ നിലപാടി ഉറച്ചു നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. എന്നാൽ രാത്രിയത്തെ വഴക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്ന ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടിയുടെ മാനസിക വിഹല്യതയാണ്. അതാണ് അവളുടെ വാക്കുകളിൽ കൂടെ എക്സ്പോസ് ചെയ്തത്. അതിനൊരു വലിയ കുറ്റമായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. നിവിനെ കണ്ടാൽ വെറുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിരിപ്പതായത് കൊണ്ടല്ലേ. നിവിന് കുട്ടിക്കളിയുണ്ട്, എന്നൊക്കെ കാണിച്ച ഉടനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം എല്ലാവർക്കും വരണം നിർബന്ധം പിടിക്കരുത്. എന്ന് വീട്ടിൽ പോയി കാണിക്കാൻ പറ. ഓക്കെ, താങ്ക് യു സോ മച്ച്.